മാത്രമല്ല ST കുട്ടികൾക്കും കൂടി സൗകര്യം ഉണ്ടാകണം കേട്ടോ. പലപ്പോഴും SC ST എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇത് കൂടാതെ ഒരു കാര്യം കൂടി, ലാസ്റ്റ് ഡേ ആണ്. ഈ കോളനി എന്ന് പറയുന്നൊരു സംസാരമുണ്ടല്ലോ, കോളനിക്കാരാണ്. കോളനി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് വരുന്നത് സ്ലാവറിയുടെ അടിമത്തത്തിൻ്റെ. അതായത് നമ്മൾ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു ഇന്ത്യ. അങ്ങനെ ഓരോ സ്ഥലത്തും കോളനി എന്ന് പറയുന്നത് മേലാളന്മാരുണ്ടായിരുന്നു, അവർ കോളനിയായിട്ട് വെച്ചു. അതാണ് ബ്രിട്ടൻ്റെ കോളനിയായിട്ട് നമ്മളെ ഒരുപാട് കൊല്ലങ്ങൾ, നൂറ്റാണ്ടുകൾ നമ്മളെ അടക്കി ഭരിച്ചു. അപ്പോൾ ആ കോളനി എന്നുള്ള പേര് തന്നെ കേൾക്കുമ്പോൾ ഒരു അപകർഷതാബോധം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? കോളനി എന്ന് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു അപകർഷതാബോധമല്ലേ? അപ്പം നമ്മൾ കോളനി അബോളിഷ് ചെയ്യാൻ വേണ്ടി എന്ന് തീരുമാനിക്കുന്ന, കോളനിക്ക് പകരം അവർക്ക് ഇഷ്ടമുള്ള ആ പ്രദേശത്തെ ആളുകൾ കൂടിയിരുന്നുകൊണ്ട് ആ പ്രദേശത്തിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് തീരുമാനിക്കണം. പരമാവധി ആളുകളുടെ പേര് കൊടുക്കാതിരിക്കുക നല്ലത്. എന്താണെന്നറിയോ? ആളുകളുടെ പേര് കൊടുക്കുമ്പോൾ അവർ ഓരോ പാർട്ടിയിലോ ഓരോ പ്രസ്ഥാനത്തിലൊക്കെ പെടുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ തർക്കം വരും. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു. എന്നിട്ട് അവസാനം രണ്ടോ മൂന്നോ പാർട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ പാർട്ടിക്കാരുടെ പേരിടുമ്പോൾ അവിടെ തർക്കം വരും. അപ്പോൾ ആ ഓർഡറിൽ തന്നെ നമ്മൾ പറയേണ്ടത് പരമാവധി വ്യക്തികളുടെ പേരിടാതെ, ഇപ്പം നിലവിലുള്ളതുണ്ടെങ്കിൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അല്ലാത്തതാണെങ്കിൽ ഇനി പുതിയ പേരുകളിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അവിടെ യോജിച്ചുകൊണ്ട് ഏറ്റവും നല്ല, ഇപ്പം നമ്മുടെ ട്രൈബൽ ഏരിയയിൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ, അവിടെ വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു ഉന്നതി ഗ്രാമം. മറ്റൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവർ പ്രകൃതി ഗ്രാമം. അങ്ങനെ ഓരോരുത്തരും പുതിയ പുതിയ പേരുകൾ കണ്ട് ഈ നഗർ എന്നുള്ളതും കുറച്ച് കുറയ്ക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ കോളനി എന്നുള്ള ആ ഒരു നാമധേയം നമുക്ക് മാറ്റാം, അല്ലേ? ആണോ? കോളനിക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആരും കൈപൊക്കുന്നില്ല. ഇല്ല. അത് മോശം പേര് തന്നെയാണ് തോന്നലുണ്ട്, അല്ലേ? ഒന്നാമത് അതാണ് ഈ പട്ടികജാതി പട്ടികവർഗം കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജി ഉണ്ടല്ലോ, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു, ഇത് മോശം വകുപ്പാണ്, അല്ലേ? ആൾക്ക് കുറച്ചും കൂടി വലിയ വകുപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു, അല്ലേ? കേട്ടോ? ഞാനതിൻ്റെ അസംബ്ലിക്കും പുറത്തും മറുപടി കൊടുത്തു, നിങ്ങൾ കേട്ടുകയാണ്. ഞാൻ പറഞ്ഞത് ലക്ഷക്കണക്ക് വരുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളുണ്ട്, SC ST ജനവിഭാഗങ്ങളുണ്ട്, മതന്യൂനപക്ഷങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്, അതുപോലെ ഉന്നത ജാതിയിൽ ജനിച്ച ആളുകളും പിന്നാക്കാവസ്ഥയിലുണ്ട്, ഇല്ലേ? അതാണ് EWS എന്ന് പറയുന്നത്, എക്കണോമിക് വീക്കർ സെക്ഷൻ. ആ വിഭാഗത്തിലുണ്ട്. അവരെ എല്ലാം രക്ഷിക്കലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, ആണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വകുപ്പാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പ് എന്ന് അന്ന് പറയുന്നത്. ആ രീതിയിൽ നമ്മുടെ കൺസെപ്റ്റ് ആകെ മാറണം, നമ്മുടെ സമൂഹത്തിൻ്റെ കൺസെപ്റ്റ് ആകെ മാറണം. ഒരു സോഷ്യൽ സപ്പോർട്ട് ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ ആകെ എത്തിക്കാനും ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം അഭിമാനം നമുക്കുണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ലാസ്റ്റ് പരിപാടിയാണ് ഈ 15ാം കേരള നിയമസഭയിലെ മന്ത്രി എന്നതിൽ എൻ്റെ മിക്കവാറും ലാസ്റ്റ് പരിപാടി. ഇനിയിപ്പോൾ രാജിവെക്കൽ ഒരു ചടങ്ങാവുള്ളൂ. MLA സ്ഥാനം രാജിവെക്കണം, മന്ത്രിസ്ഥാനം രാജിവെക്കണം. അത് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യും. എന്തായാലും ലാസ്റ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും ഒക്കെ കഴിഞ്ഞതിനുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്നും അത് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഉന്നത എംപവർമെന്റ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നോളജ് സിറ്റി പ്രഖ്യാപനവും നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്ക് നിർത്തുന്നു. നന്ദി.